ധ്യാന കേന്ദ്രം നടത്തുന്ന ദമ്പതിമാർ തമ്മിലുള്ള അതിക്രമം. ഭാര്യയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന ഭർത്താവ് മാരിയോ ജോസഫ് മിനിറ്റുകൾക്കുള്ളിൽ വീഡിയോ നീക്കം ചെയ്തു. ജാമ്യം പോലും എടുക്കാതെ ഒളിവിൽ കഴിയുന്ന പ്രതിയാണ് സ്വയം വെള്ളപൂശുന്ന വീഡിയോ പങ്കുവച്ചത്. എന്നാൽ പിന്നീട് വീഡിയോ നീക്കം ചെയ്തു. കൂടുതൽ പണി കിട്ടുമോ എന്ന പേടിയിലാണോ വീഡിയോ നീക്കം ചെയ്തതെന്ന ചോദ്യങ്ങളടക്കം ഇപ്പോൾ ഉയരുകയാണ്. എന്നാൽ പുറത്തു വന്ന വീഡിയോയിൽ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിൽ താൻ എന്തിനാണ് ഭാര്യയെ തല്ലിയതെന്നാണ് അതിന്റെ കാരണങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ജിജി മാരിയോയെ അടിക്കാൻ കാരണമുണ്ട്, ആ കാരണം നിങ്ങൾ അറിയണമെന്നും മാരിയോ വീഡിയോയിലൂടെ പറയുന്നു. ധ്യാനിപ്പിക്കൽ ലീഡറായ ജിജി മാരിയോ മദ്യപാനിയാണോ എന്നതാണ് ചോദ്യം മറ്റൊരു രീതിയിൽ ഉയരുന്നത്. അടിക്കാൻ കാരണമുണ്ട്, അതിന് ആ കാരണങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയണം. ജിജി എൻ്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി. ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എന്നെ പിച്ചാത്തിക്ക് കുത്തിയത് മദ്യലഹരിയിലെന്ന്. അതേപോലെ തന്നെ അവിടെ ട്രസ്റ്റിൽ നിന്നും കോടികളാണ് മോഷ്ടിച്ചുകൊണ്ട് തൻ്റെ സഹോദരന് കൊടുത്തതായും അത്തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലായിരുന്നു മാരിയോ ജോസഫ് ആ വീഡിയോയിലൂടെ പങ്കുവച്ചത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ വീഡിയോ പങ്കുവച്ചതിന് ശേഷം ഈ വീഡിയോ നീക്കം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കത്തിക്കുത്ത് ഏൽക്കാതിരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എൻ്റെ കയ്യിലൂടെ മസിൽ തുളച്ച് കത്തി കയറുകയായിരുന്നു. ചോര ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു, ഇത് കേസാക്കിയാൽ നാറും. ഭാര്യ ജിജി മാരിയോ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരും. നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കേസ് ആക്കണ്ടേ എന്നും കൊരട്ടി പോലീസ് പറയുകയായിരുന്നു എന്നതാണ്. മാത്രമല്ല ജിജി മാരിയോ മദ്യപിച്ചിരുന്നുവെന്നും ഈസ്റ്റർ നാളിലായിരുന്നു കത്തിക്കുത്ത് എന്നും സൂചന നൽകുന്നതായിരുന്നു ആ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. മദ്യപിച്ച് ആരോപണം, അതായത് മദ്യപാനം എന്ന ആരോപണം വരുന്നതോടുകൂടി തന്നെ ദമ്പതിമാരുടെ മോട്ടിവേഷൻ ക്ലാസും ധ്യാനിപ്പിക്കൽ വിശ്വാസവും പറഞ്ഞ സന്ദേശങ്ങളും കൂടുതൽ വിവാദത്തിലേക്ക് മാറുമെന്നും അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. മാരിയോ ജോസഫ് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം തന്നെ ഇരുന്നു കൊണ്ടാണ് ഭാര്യയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ വിവാഹബന്ധം പിരിയാതെ സ്വന്തം ഭാര്യയായി കഴിയുന്ന ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിനക്ക് നാണമില്ലേ നാറി എന്നുള്ള കമന്റുകൾ അനേകം ഇപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. അതായത് നീക്കം ചെയ്ത വീഡിയോയ്ക്ക് താഴെയാണ് ഇത്തരത്തിൽ കമന്റുകൾ വന്നത്. ട്രസ്റ്റിന്റെ പണം മോഷ്ടിച്ച് കോടികൾ മുടക്കി സഹോദരന് വീട് വെച്ചു എന്നത് മാരിയോ ജോസഫ് ഇതിലൂടെ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ ചിത്രം സഹിതമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജിജി മാരിയോ സഹോദരന്റെ വീട് പണിതതായും ട്രസ്റ്റിന്റെ പണം അപഹരിച്ചുകൊണ്ടാണ് അതായത് ഈ വീട് പണിത് നൽകിയതെന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മാരിയോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ജിജി മാരിയോ തന്നെ രംഗത്ത് വന്നിരുന്നു. തന്റെ ഭർത്താവിന് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നും ഇതിൽ നിന്നും ലഭിക്കുന്ന സംഘടനകളുമായി തന്നെ ബന്ധമുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു ഭാര്യ ജിജി മാരിയോയുടെ വെളിപ്പെടുത്തൽ. വ്യക്തമായും കൃത്യമായും മറുവശത്തിരിക്കുന്ന ആളോട് ഭർത്താവ് മാരിയോയുടെ ഭീകരബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. മാരിയോ ജോസഫിനും അതുപോലെ തന്നെ ഭാര്യ ജിജി ജോസഫും തമ്മിലുണ്ടായ അടിപിടി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാനാണ് പിന്നീട് മാരിയോ ജോസഫായി മാറിയത്. ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറിയ സുലൈമാൻ പിന്നീട് മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇയാൾ ജിജിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പ്രഭാഷകനായ മാരിയോയ്ക്കൊപ്പം തന്നെ അതേ ആശയങ്ങളുള്ള ജിജിയും ചേർന്നു. ഇവരുടെ പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ പലതവണ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും അതേപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വിധിക്കപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും തമ്മിൽ അടിപിടി നടന്നതോടുകൂടി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.